ഹലോ, ഇന്നൊരു 3/4 സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്ലീവ് കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ടേപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്ലീവ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പ് നമുക്കിങ്ങനെ മറച്ചെടുക്കാം. ഈ ഒരു പീസ് ക്ലോത്തിൽ നിന്നാണ് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു മടക്കം കൂടിയും ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണെന്നുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തി കൊടുക്കണം. ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഷോൾഡറിൽ നിന്ന് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്ത് എടുത്തതിന് ശേഷം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. അടയാളപ്പെടുത്തുമ്പോൾ അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസും അതുപോലെ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഇട്ടിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡ്രസ്സ് എടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ ഒരു ഏരിയ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള മാർക്കിങ്ങിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ വരച്ചെടുക്കുക. വരയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇനി കൈയിൻ്റെ വണ്ണം ഏകദേശം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതലായാലും നമുക്ക് കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പീസായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ ഈ ഒരു അറ്റം അല്ലെങ്കിൽ ഈ ഒരു തുമ്പുവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ പെർഫെക്ഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു പീസ് എടുക്കുക. ഈ പീസ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ മറച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവിനെ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസും എൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശത്തോട്ട് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അരികു വശത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ആ ടിപ്പിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ തുമ്പുവശം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇതുപോലെ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ആ ഒരു തുമ്പുവശം കുറച്ചും കൂടിയും ഭംഗിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. നമുക്കിതിങ്ങനെ ചെയ്യാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഏരിയ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്ത സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം എങ്ങനെയാണോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതേ രീതിയിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്